സോറി സുജ, അല്ല സുജ, സരോജ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ വെറുതെ ഇങ്ങനെ തെറി വിളിക്കല്ലേ, ചക്രമുത്തല്ലേ. ദേ കുടുംബത്തെ തൊട്ട് കളിക്കരുത് കേട്ടോ, ഞാൻ പറഞ്ഞേക്കാം. പിന്നെ എന്തേ അണ്ണൻ എന്തിനാ ഈ ടെൻഷൻ അടിക്കുന്നതെന്ന് ഞാൻ പറയട്ടെ. പറ. 2 ഗ്രഹങ്ങളും ഒരേ ലൈനിൽ കയറി ക്രാഷ് ആവുന്നത് കൊണ്ടല്ലേ? അതെ, അത് തന്നെ എന്റെ പ്രോബ്ലം. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാ സുജ, അല്ല സരോജ, സരോജ അല്ല സുജ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഞാൻ സംസാരിക്കട്ടെ, അല്ല ഞാൻ കാല് വീണോളം നിന്റെ. ഞാൻ പറയുന്നത് കേക്കാം. അണ്ണാ, നിങ്ങൾക്ക് ദൈവം 2 കണ്ണ്, 2 കാത്, 2 കാല്, 2 കൈ എല്ലാം തന്നിട്ടുണ്ട്. പക്ഷെ ആ ഒരു സാധനം മാത്രം ഒന്നേ തന്നിട്ടുള്ളൂ, അത് എല്ലില്ലാതെ. അതെന്താ? ഐ മീൻ ടു സേ ബോൺലെസ്. എപ്പോ നോക്കിയാലും ഓവർ ടൈം എന്ന് പറഞ്ഞ് ഡ്യൂട്ടിയിൽ അല്പം പോലും ശ്രദ്ധ കാണിക്കുന്നില്ലല്ലോ. ഡ്യൂട്ടി ചെയ്തില്ലെങ്കിൽ ഒരൊറ്റ എണ്ണം വെച്ചെന്നാലുണ്ടല്ലോ. അവനവന്റെ പ്രശ്നം അവനവന് മാത്രമേ മനസ്സിലാവുള്ളൂ. നീ ഒന്ന് നിർത്താമോ സൂജ, എന്റെ സൂജേ? ഞാൻ പറയുന്ന ഒന്ന് കേക്ക് എന്റെ സരോജേ. ഇവിടെ ഒരു പപ്പേശ കാലം. പാപ്പാന്ന് പറയുന്ന മൂന്നാമത്തെ സെറ്റപ്പാണ്. മൂന്നാമത്തെ സെറ്റപ്പ് ഒന്ന് വെച്ചെന്നാലുണ്ടല്ലോ. പോയി തൊളിക്കാമോ ഒന്ന്? പപ്പേശകാലം, ഭജകാലം, ഗജകർണം, ഗോകർണം, ശങ്കരാഭരണം. എന്തോ എന്റെ അമ്മ. വാണ, അയ്യോ അമ്മോ. വലത് കൈ നീട്ടിക്കേ. എന്താ സരോജേ? അല്ല സുജേ. സ്വാമിജി, ഈ കല്ലെന്റെ കയ്യിൽ വീണുടനെ അവര് രണ്ടുപേരും ഒന്നിച്ചു. എനിക്ക് വിശ്വസിക്കാനാവണില്ല. എനിക്ക് വീട്ടിൽ പോണം. ഞാനിപ്പോ വരാം കേട്ടാ സ്വാമിജി. പിന്നെ ശരീരത്ത് ബോൺലെസ് ആയിട്ട് ഒറ്റ സാധനം ഉണ്ടാവുള്ളൂ പറഞ്ഞില്ല, അതേതാ? ഇനിയത് മറന്നിട്ടില്ലല്ലേ കൊച്ചി കള്ള. ബോൺലെസ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ തലച്ചോറിനെയാ. തലച്ചോറിന്ന് അതെ. 1-2 പേരുണ്ടായിട്ട് 2 മാസമായിട്ട് ഞാൻ കല്ല് ജോലി ചെയ്യാൻ തുടങ്ങി. ഇനി ചേട്ടൻ വീട്ടിൽ ചെന്ന് ജോലി തുടങ്ങി. വരിക സഹചരേ, സഹന സമര സമയമായി. നിക്ക് എല്ലാവർക്കും തരാം. അവിടെ നിക്ക്. അപ്പേശകാലം, ഭജകാലം, ഗജകർണം, ഗോകർണം, ശങ്കരാഭരണം. ഓം സൂര്യായ നമഃ. ചേട്ടന്മാരെ, ചേച്ചിമാരെ, വരൂ. എന്റെ ഈ രാശിക്കല്ല് വാങ്ങൂ, ജീവിതം തന്നെ മാറ്റിമറിക്കൂ. കന്ദൃഷ്ടിയാണെങ്കിൽ കറുപ്പ് കല്ല് അണിയണമെന്ന് പറയും. കറുപ്പ് കല്ല് എന്താണെന്ന് അറിയാലോ അല്ലേ? തിരുപ്പതി മലയിലെ വെങ്കടാചലപതിക്ക് കിരീടം കാണിക്കയായിട്ട് കൊടുത്തില്ലേ? ആ വലിയ മനുഷ്യൻ ഉപയോഗിച്ചു കൊണ്ടിരുന്നാണ് ഈ കറുപ്പ് കല്ല്. ആവശ്യമില്ലാത്ത ആഡംബരങ്ങളിൽ ശ്രദ്ധ കാണിക്കരുതെന്ന് അന്നേ അദ്ദേഹത്തിന് താക്കീത് നൽകിയതാ. ഓടാവുവേ, നിനക്കെന്ത് അറിയാനാ, എന്നെ ആര് എന്ത് ചെയ്യാനാന്ന് പറഞ്ഞു. പിന്നീട് എന്തായെന്ന് അറിയാലോ? എന്റെ സഹോദരിമാരെ 16 മാസമാണ് അയാൾ അഴിയെണ്ണി അകത്തിരുന്നത്. പിന്നെ ആന്ധ്രയിൽ ഒരു മഹാനുണ്ടായിരുന്നു, സോഫ്റ്റ്വെയർ കിങ്. എന്ത് ലിംഗരാജു എന്നറിയോ? സോമലിംഗരാജു. 3 വർഷം നോൺ ബെയിലബിൾ ശിക്ഷയാ കിട്ടിയത്. ഒറ്റ കല്ലേ ഞാൻ കൊടുത്തുള്ളൂ. പിറ്റേ ദിവസം തന്നെ പുള്ളി പുറത്തു വന്നു. എന്തിനധികം പറയണേ, ഞാൻ കല്ല് കൊടുത്ത കുറെ പേർ കല്ല് വെച്ച് നുണയും പറഞ്ഞ് ഇന്ന് ഈ നാട്ടിലെ മന്ത്രിമാരായി ഭരിച്ചു സുഖിച്ച് ജീവിക്കല്ലേ. പ്രോബ്ലം നിങ്ങളുടേതാണ്, സൊല്യൂഷൻ എന്റെ കയ്യിലുണ്ട്. സ്വാമി, താങ്കൾ സാമാന്യനല്ല. താങ്കൾ ആ കല്ല് എനിക്ക് തന്നതിന് ശേഷം എന്റെ സ്ഥലം ആക്രമിച്ചെടുത്തവൻ എന്റെ അടുത്ത് വന്ന് ഒരൊറ്റ എണ്ണം വെച്ചെന്നാലുണ്ടല്ലോ എന്ന് പറഞ്ഞോ. ആ സ്ഥലം എന്റെ പേരിലാക്കിട്ട് പോയി. അറിയാതെ പറഞ്ഞു പോയി. എത്രയുള്ളോ ഇനി നോക്കണേ. എന്റെ മോനെ കൈക്കൂലി കൊടുത്തില്ലെങ്കിൽ മെഡിസിൻ അഡ്മിഷൻ തരത്തില്ലെന്നാ അവര് പറയുന്നത്. സ്വാമിയുടെ അനുഗ്രഹം കൊണ്ടും ആ കല്ലിന്റെ ശക്തി കൊണ്ടും എന്റെ മോനെ നേരിട്ടങ്ങ് ഡോക്ടറാക്കി. ഗുരുജി, ഈ രാശി കല്ലിനും നല്ലത് നടക്കുന്നതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? അവർക്ക് വരാത്ത ഡൗട്ട് നിനക്ക് എങ്ങനെയാടാ വരുന്നേ? ഒരൊറ്റ എണ്ണ വച്ച് കേട്ടില്ലേ? രാശിക്കല്ല് വാങ്ങുക, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക. എന്റെ സാറിനോടൊന്ന് പേഴ്സണലായിട്ട് സംസാരിക്കണം. ബായ്, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. സായിപ്പന്മാര് നമ്മളെല്ലാം അടിമയാണെന്ന് കരുതി ഉണ്ടാക്കിയെടുത്ത വാക്യമാണ് സാർ എന്ന വാക്ക്. അതിനർത്ഥം സ്ലേവ് ഐ റിമെയിൻ എന്നതാണ്. അത് കേൾക്കുമ്പോൾ കറണ്ട് ഷോക്ക് അടിക്കുന്ന പോലെ തോന്നും ബായ് എനിക്ക്. വേണമെങ്കിൽ എന്നെ ബായ് എന്ന് വിളിച്ചോളൂ, അല്ലെങ്കിൽ അനിയാന്നോ സുഹൃത്തേന്നോ വിളിക്കേ. നല്ലൊരു ഓണസദ്യ കഴിച്ച് തൃപ്തി മനസ്സിന് കിട്ടും. വരൂ പോവാം. പറയൂ റഹീം ഭായ്. അതെന്താണെന്ന് വെച്ചാ എന്റെ മുതലാളി മാഡം ഈ ഹോട്ടൽ വിൽക്കാൻ തീരുമാനിച്ചിരിക്കുക. സത്യമായിട്ടും താങ്കൾക്ക് മന്ത്രവാദം വല്ലോ അറിയാമെങ്കിൽ ഏതെങ്കിലും കല്ലോ ചരടോ എന്തെങ്കിലും കൊടുത്ത് മാഡത്തിന്റെ മനസ്സൊന്ന് മാറ്റാൻ സാധിക്കുമോ? എന്റെ പൊന്ന് റഹീം ഭായ്, ചെക്കിൽ ആരെ പേര് എഴുതിയിട്ടുണ്ടോ അവരുടെ പേരിലെ പണം ഡെപ്പോസിറ്റ് ആവും. അടുത്തവൻ അതിനെ അടിച്ചു മാറ്റാൻ ശ്രമിച്ചാൽ
കേസായി പോവും. ഞാൻ പറഞ്ഞു വരുന്നത് അവനവന്റെ കയ്യൊപ്പ് അവനവൻ ഇടണം. അവനവന്റെ പ്രശ്നങ്ങൾ അവനവൻ തീർക്കണം. അവനവന്റെ ശരീരം അവനവൻ തന്നെ വൃത്തിയായി സൂക്ഷിക്കണം. യു ഗോട്ട് ഇറ്റ്? സാറേ, ഈ കാശ് എന്റെ മോഡൻ നിക്കാഹിന് വേണ്ടി ചേർത്ത് വെച്ചതാ. ഈ ഹോട്ടൽ ആരും വാങ്ങാതെ തടയാൻ സാർ ഈ പണം വെച്ചാട്ടെ. ഇതെന്റെ മാത്രം സ്വാർത്ഥതയ്ക്ക് വേണ്ടി പറയല്ല. ഈ ഹോട്ടലിനെ മാത്രം വിശ്വസിച്ച് കുറെ പാവങ്ങൾ ജീവിക്കുന്നുണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടിയാണ് താങ്കളോട് ഞാൻ അപേക്ഷിക്കുന്നത്. എന്താ ബായ്, ശരീരം ആ ഹോട്ടലിലാണെങ്കിലും മനസ്സ് മുഴുവൻ ഈ പാവപ്പെട്ട ജനങ്ങളെ കൊണ്ട് നടക്കുന്ന ആ സന്മനസ്സുണ്ടല്ലോ, 2 നിമിഷം കൊണ്ട് എത്ര വലിയ കാര്യമാണ് നിങ്ങൾ ഈ പറഞ്ഞത്. അത് ഈ മനസ്സിന്റെ ആഴത്തിൽ തറച്ചു. ഐ മീൻ ടു സേ, നിങ്ങൾ ആഴത്തിൽ ഒരു കിണർ കുഴിച്ചു കഴിഞ്ഞു. വിഷമിക്കണ്ട, വെള്ളം വന്നോളും. മിനറൽ വാട്ടർ. പപ്പേശകാലം, ഭജകാലം, ഗജകർണം, ഗോകർണം, ശങ്കരാഭരണം. പ്ലേസ് ഒക്കെ റേറ്റും ഒക്കെ 1 കോടി രൂപ സൈനിങ് അഡ്വാൻസ്. ബാക്കി രജിസ്ട്രേഷൻ സമയത്ത് നിങ്ങൾക്ക് ഓക്കെ ആണോ? അല്ല, ഇത്ര നല്ല സ്ഥലം എന്തിനാ വിൽക്കാൻ നോക്കുന്നത്? ഈ സ്ഥലം നല്ലതായിരുന്നാലും ഇവിടുത്തെ ആൾക്കാരെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഓ, That's why I want to sell. പാവപ്പെട്ടവരെ ഇഷ്ടമല്ല എന്ന് എത്ര പുച്ഛത്തോടെയാണ് ഈ തടിയനോട് പറഞ്ഞത്. പക്ഷേ മരിച്ചതിനു ശേഷം നിങ്ങളും ആ ഇഷ്ടമില്ലാത്തവരും നമ്മളൊക്കെ ഒരേ സ്ഥലത്തിലേക്കാണ് പോകേണ്ടതെന്ന് മറക്കരുത് മാഡം. Who are you? പപ്പേശകാലം, ഭജകാലം, ഗജകർണം, ഗോകർണം, ശങ്കരാഭരണം. മാഡം, 2G സ്കാമിന് 4G മൊബൈലിൽ കണ്ടു രസിക്കുന്ന മഹാലക്ഷ്മി, ഈ മാഡത്തിന്റെ ജാതകപ്രകാരം മാഡത്തിന്റെ ആയുഷ് രേഖ NH47 പോലെ നീണ്ടു നിമിർന്നു പോയിക്കൊണ്ടിരിക്കുക. NH47 എന്താണെന്നറിയാമോ? നാഷണൽ ഹൈവേ. നിങ്ങൾ ഇനി 100 വർഷം സന്തോഷമായി ജീവിക്കും. പക്ഷേ മരിച്ചുപോയ മുതുമുത്തച്ഛന്മാരുടെ ശാപമാണ് അതിന് തടസ്സം. അവര് ശപിക്കാൻ കാരണം എന്താണെന്നറിയോ? നിറവേറാതെ കറങ്ങിത്തിരിയുന്ന അവരുടെ ആഗ്രഹങ്ങൾ. അതുകൊണ്ടാണ് അവരുടെ ആഗ്രഹങ്ങൾ ഈ ഹോട്ടലിന് ചുറ്റും ബൂമറാങ് പോലെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ബൂമറങ് എന്ന് വെച്ചാൽ എന്താണെന്ന് മാഡമിന് അറിയാമോ? നമ്മൾ എറിയുന്നത് നമ്മുടെ കയ്യിൽ തന്നെ തിരിച്ചു വരും. അതൊന്നും ഇല്ല മാഡം. നമ്മളെ പേടിപ്പിച്ച് പ്രേതം ഭൂതം എന്നൊക്കെ പറഞ്ഞു 100-200 മേടിക്കാനുള്ള അടവാ. ഇന്ത്യയിൽ ഇതൊക്കെ പതിവാ. ഒന്ന് പോടോ. പോകാ സഹോദരാ, പോകാം. നിങ്ങളെ കുറിച്ച് ഒരു ചില നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകാം. അവന് കിട്ടി. ചേട്ടന്റെ ജാതകത്തിനെ സൂക്ഷിച്ചു നോക്കുമ്പോൾ ചേട്ടന്റെ വീട്ടിലൊരു പ്രശ്നമൊന്നുമില്ല, ഈ ശരീരത്തിലാണ് പ്രശ്നമുള്ളത്. ഓ, അത് താൻ പറയണ്ട. എന്റെ ശരീരത്തിൽ കൊളസ്ട്രോൾ അല്പം കൂടുതലാ. അതെ ചേട്ടാ, ചേട്ടന്റെ ശരീരത്തിൽ കൊഴുപ്പ് കൂടുതലാണ്. What is this nonsense? മാഡം, ഈ വൃത്തിയേട്ടന്മാരെ പറഞ്ഞു വിട്. നമുക്ക് അഗ്രിമെന്റിന്റെ കാര്യം നോക്കാം. Sure. സൈൻ ചെയ്യും മാഡം. പപ്പേശകാലം, ഭജകാലം, ഗജകർണം, ഗോകർണം വരാൻ പോകുന്നു. ഇതാ വരുന്നു. ഇതാ എത്തിക്കഴിഞ്ഞു. മാഡത്തിന്റെ മുത്തശ്ശന്റെ ആത്മാവ്, ആത്മാവ്, ആത്മാവ്. Hey, sign check. തരും മാഡം, സൈൻ ചെയ്യാം. ഇവിടെയല്ലേ ഇടേണ്ടത്? ഇടാൻ ഞാൻ പറ്റില്ലടാ. ഇടുവാടാ. പറ്റില്ലെന്ന് പറഞ്ഞില്ലടാ തടിയാ. ഇടാൻ പറ്റില്ല. നീ അത് ഒരിക്കലും പ്രവർത്തിക്കില്ല. പൊന്നു മോനെ, തമിഴ്നാട്ടിൽ കമലഹാസനോ രജനികാന്തോ മുഖ്യമന്ത്രി ആയാൽ അവിടുത്തെ ജനങ്ങൾ സന്തോഷിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷേ ഈ ഹോട്ടൽ വിൽക്കാൻ ശ്രമിച്ചാൽ ഈ കുട്ടീര മുത്തശ്ശന്റെ ആത്മാ ഭവേശകാലം, എനിക്ക് സ്ഥലം വേണ്ട, ഒന്നും വേണ്ട. പക്ഷേ എന്റെ കൈ ചേട്ടാ, ഭവേശകാലം, ഭജകാലം, ഗജകർണം, ഗോകർണം. കൈ ശരിയായി. ഞാൻ വരട്ടെ. ഓടിക്കോടാ തടിയാ. You idiot. ബ്ലാക്ക് മാജിക് എന്ന് പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്യാണോ? ഭവേശകാലം, ഭജകാലം. മാജിക് ചിമ്മിക്കുന്നല്ല കുട്ടി, ഇത് ഒരു കല്ല് വെച്ച സത്യമാണ്. അനിയന്മാരെ ഇങ്ങോട്ട് വാ. നിന്റെ മുത്തശ്ശിന്റെ പേര് പറ. മുത്തശ്ശന്റെ പേര് ഓർമ്മയില്ല സാർ. അറിയില്ല. നിന്റെ മുത്തശ്ശിന്റെ പേര് പറ. എന്റെ പേര് എനിക്ക് ഓർമ്മയുണ്ടാവില്ല, പിന്നെ അല്ലേ മുത്തശ്ശന്റെ പേര്. ഓഹോ, അപ്പൊ നീ നിന്റെ മുത്തശ്ശിന്റെ പേര് പറ. അത് പിന്നെ എനിക്ക് അറിയില്ല. ശരി, അത് പോട്ടെ. ഈ ഹോട്ടലിൽ കിട്ടിയ ഈ മാഡത്തിന്റെ മുത്തശ്ശിന്റെ പേര് പറ. ഈ ഹോട്ടൽ കെട്ടിയത് സയ്യദ് ബാഷ പരാസഹി. കറക്റ്റ് പറഞ്ഞില്ല. കണ്ടോ മാഡം, അവന്റെ മുത്തശ്ശിന്റെ പേര് അവന് ഓർമ്മയില്ല. പക്ഷെ നിങ്ങളുടെ മുത്തശ്ശിന്റെ പേര് അവന്റെ മനസ്സിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത്രയ്ക്ക് വലിയ മനുഷ്യനാണ് നിങ്ങളുടെ മുത്തശ്ശൻ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ ആത്മാവിനെ കാണിച്ച് പേടിപ്പിക്കാനല്ല ഞാൻ വന്നത്. ഒന്ന് നിന്നാട്ടെ. കാറിനകത്തിരുന്ന് സീത്രൂ വിൻഡോ വഴിയെ പുറത്തു നോക്കിയാൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കാനാ? 10 ദിവസം, വെറും 10 ദിവസം ആ ക്യാഷ് കൗണ്ടറിൽ നിന്റെ മുത്തശ്ശന്റെ സ്ഥാനത്തിലിരുന്ന് ഈ ഹോട്ടൽ നോക്കി നോക്ക്. അദ്ദേഹത്തിന്റെ മനസ്സറിഞ്ഞൊന്ന് നോക്ക്.
മേഡത്തിന്റെ മുത്തശ്ശൻ സ്വന്തം കുട്ടിയെപ്പോലെ നോക്കി വളർത്തിയ ഈ ഹോട്ടലിന്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കും. ഈ ഹോട്ടലിനെ ആശ്രയിച്ച് ആയിരക്കണക്കിന് ജനങ്ങളുണ്ട് ഇവിടെ. For more updates, like, comment, subscribe to our channel.